നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. അപകടങ്ങൾ മൂലം തലയ്ക്കും നട്ടെല്ലിനും ഉണ്ടാകുന്ന പരിക്കുകളെക്കുറിച്ചും നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ബിജു കൃഷ്ണനാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ആദ്യം തന്നെ ഈ അപകടങ്ങളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ തലക്കേൽക്കുന്ന പരിക്കുകളാണല്ലോ. അപ്പോൾ ഈ തലക്കേൽക്കുന്ന പരിക്കുകളെ കുറിച്ച് ആദ്യം പറയുമ്പോൾ ഈ അപകടം മൂലം തലയ്ക്ക് എന്തെല്ലാം തരത്തിലുള്ള പരിക്കുകൾ സംഭവിക്കാം ഡോക്ടർ? സാധാരണ നമ്മള് രോഗി കാഷ്വാലിറ്റി വരുമ്പോൾ കൂടുതൽ കൺസേൺ ആവുന്നത് തൊലിപ്പുറത്തെ പരിക്കുകളെ പറ്റിയാണ്. ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്, മുറിവുണ്ട്, എല്ല് കാണാം. അത്തരം പരിക്കുകൾ തൊലിപ്പുറത്ത് മുതൽ ഉള്ളിലേക്കാണ് നമ്മൾ കൂടുതൽ കൺസേൺ ആവേണ്ടത്. വളരെ ഉള്ളിൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് തലയോടിനും തലയോടിനകത്തുള്ള തലച്ചോറിന്റെ ആ ഭാഗത്തുമുള്ള പരിക്കുകളുടെ തീവ്രതയാണ് ന്യൂറോ സർജൻ എന്ന നിലയ്ക്ക് ഒരു ഡോക്ടറെ കൂടുതൽ ആശങ്കാകുലനാക്കുന്നത്. തൊലിപ്പുറത്ത് കാണുന്ന പല മുറിവുകളും വളരെ സൂപ്പർഫിഷ്യൽ ആണ്, രണ്ടാഴ്ച കൊണ്ട് ഉണങ്ങുന്നതാണ്. പക്ഷെ ഉള്ളിലെ മുറിവുകൾ പലപ്പോഴും മാസങ്ങളും വർഷങ്ങളും ഏറ്റെടുത്ത് മാത്രമേ മാറുകയുള്ളൂ. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള തലയുടെ ഡെപ്ത് അനുസരിച്ച്, സ്കിന്നിന്റെ ഡെപ്ത് അനുസരിച്ചുള്ള ഇഞ്ചുറികൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊലിപ്പുറത്ത് മുതൽ എല്ലിലേക്ക്, ഉള്ളിലെ ആവരണങ്ങളിലേക്ക്, ആവരണങ്ങൾക്കകത്തുള്ള തലച്ചോറിലേക്ക്, പിന്നെ പല രീതിയിലുള്ള ഇഞ്ചുറികൾ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ നമ്മൾ ഒരാൾ വീഴുകയോ അല്ലെങ്കിൽ അപകടത്തിൽ പെടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേഗതയും തട്ടുന്ന പ്രതലത്തിന്റെ കാഠിന്യം അനുസരിച്ച് മാറും. ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റിലാണ് തട്ടുന്നതെങ്കിൽ പെനിട്രേറ്റിംഗ് ഇഞ്ചുറി ആയിട്ട് അകത്തോട്ട് പോകും. ഉറച്ച കല്ലിലാണ് തട്ടുന്നതെങ്കിൽ തലയോട് ക്രാക്ക് ചെയ്തിട്ട് ഉള്ളിലേക്കുള്ള തലച്ചോറിലേക്ക് പല രീതിയിലുള്ള ഫോഴ്സ് വെക്ടർ എന്ന് പറയും, അത് അകത്തേക്ക് ചെല്ലുന്നതനുസരിച്ച് തലച്ചോറ് ചതയുകയും ഉള്ളിൽ രക്തസ്രാവം ഉണ്ടാവുകയും ഇങ്ങനെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും ചെയ്യും. ഇത് വെളിയിലെ ഒന്നുമേ കാണുന്നില്ല, പുറത്ത് യാതൊന്നും കാണാതെ നോർമൽ ആയിരിക്കുന്ന തലച്ചോറ് പോലും ചില സമയത്ത് ഡാമേജ്ഡ് ആയിട്ട് ഷിയർ ഇഞ്ചുറി എന്ന് പറയും. ഒരു കെട്ട് ഓഫ് ഒരു ജെല്ലി പോലെ ഒരു മെറ്റീരിയലാണ് തലച്ചോറ്. അത് പെട്ടെന്നൊരു കുലുക്കം സംഭവിക്കുമ്പോൾ വെളിയിൽ ഒന്നും കാണുന്നില്ലെങ്കിലും ഉള്ളിൽ അതിന്റെ ഞരമ്പുകൾക്കുള്ള നേർത്ത നാരുകളുണ്ട്. ഈ ന്യൂറോൺസിലുള്ള നേർത്ത നാരുകൾ, തന്തുക്കളുടെ നാരുകൾ തമ്മിൽ ഒരഞ്ഞ് ഷിയർ ചെയ്യും. ഷിയർ ചെയ്യാന്ന് പറഞ്ഞാൽ പിരിഞ്ഞ് പൊട്ടുക എന്നർത്ഥം. അങ്ങനെയുള്ള ഇഞ്ചുറി വരെ ഉണ്ടാകാം. അപ്പോൾ വെളിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ CT സ്കാനിലോ വളരെ നോർമൽ ആയിരിക്കും, പക്ഷേ രോഗി ദീർഘ അബോധാവസ്ഥയിലായിരിക്കും. അത് നോക്കുമ്പോൾ MRI സ്കാൻ എടുക്കുമ്പോൾ നമുക്ക് ഇത്തരം ഇഞ്ചുറീസിനെ കാണാം. അപ്പം ഇത് പല രീതിയിലുള്ള ഇഞ്ചുറീസ് ഒരു അപകടം കൊണ്ടുണ്ടാകും. തീർച്ചയായും ഡോക്ടർ. അതുപോലെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, പലപ്പോഴും പലരും കൂടുതൽ ആകുലപ്പെടുന്നത് ഈ തൊലിപ്പുറത്തുള്ള പരിക്കുകളെ കുറിച്ചായിരിക്കും. പലപ്പോഴും എന്ത് അപകടം സംഭവിച്ചാലും അതെ, ഈ തൊലിപ്പുറത്ത് പരിക്കുകൾ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ നിസ്സാരമായി വിടുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇന്റേണൽ ഇഞ്ചുറി ആയിരിക്കും കൂടുതൽ ഗുരുതരമായി വരുന്നതും. അപ്പോൾ ഇത്തരത്തിലെ പരിക്കുകളുടെ ആഘാതവും തീവ്രതയും എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഡോക്ടർ? സാധാരണ നമുക്ക് ഒരു രോഗിയെ പരിശോധിക്കുന്ന ഒരു ട്രെയിൻഡ് ഡോക്ടർ, ന്യൂറോ സർജൻ വേണമെന്നില്ല. ഒരു കാഷ്വാലിറ്റിയിൽ നടത്തുന്ന ജനറൽ സർജനോ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്കോ വേണ്ട രീതിയിലുള്ള ഒരു പരിശീലനം നൽകുകയാണെങ്കിൽ രോഗിയുടെ ചില ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ തലച്ചോറിലെ പരിക്ക് തിരിച്ചറിയാൻ പറ്റും. കണ്ണിലെ കൃഷ്ണമണിയുടെ ചലനം, അതിന്റെ പ്യൂപ്പിൾസ്, ലൈറ്റ് അടിക്കുമ്പോൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോഴുള്ള റെസ്പോൺസ്, നാഡി മിടിപ്പിന്റെ വേഗത, കൈകാലുകളുടെ ഇളക്കം, ഇങ്ങനെ കുറെ ഒരു ട്രെയിനിങ് കൊടുത്ത് വളരെ ഏതാനും 10 സെക്കൻഡ് കൊണ്ട് നോക്കിയെടുക്കാൻ പറ്റുന്ന ചില സ്കോറിംഗ് സിസ്റ്റംസ് നമുക്കുണ്ട്. ഗ്ലാസ്ഗോ കോമ സ്കോർ എന്നൊക്കെ പറഞ്ഞ് ഈ സ്കോറിംഗ് സിസ്റ്റം പരിശീലനം കൊടുത്ത് ഏത് ഡോക്ടർക്കും ചെയ്യാം. ആ ഡോക്ടർക്ക് 1 സെക്കൻഡ് കൊണ്ട് രോഗിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടോ, സീരിയസ് ആണോ എന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഈ സുവർണ മണിക്കൂർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ഗോൾഡൻ അവർ. ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം നമുക്ക് മാക്സിമം കെയർ രോഗിക്ക് നൽകണം. പലപ്പോഴും അത് പറ്റാറില്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും. കാരണം വാഹന അപകടം സംഭവിച്ച രോഗി റോഡ് സൈഡിൽ കിടക്കുന്നു, ആരും നോക്കുന്നില്ല, 1-2 മണിക്കൂർ കഴിയുന്നു. ഈ സമയത്ത് ശരിക്കൊരു പാരാമെഡിക്കൽ സർവീസസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 108 ആംബുലൻസിന്റെ സർവീസൊക്കെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരം എത്തിക്കഴിഞ്ഞാൽ ഈ ആംബുലൻസ് ഡ്രൈവർക്കോ അല്ലെങ്കിൽ അതിലുള്ള പാരാമെഡിക്കൽ നഴ്സ് കാണും മിക്കവാറും, അവർക്കും ഒരുപാട് കാര്യങ്ങൾ ഈ 1 മണിക്കൂറിനുള്ളിൽ രോഗിക്ക് ചെയ്യാൻ പറ്റും. അവരെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഹെഡ് ഇഞ്ചുറി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്. ഓക്സിജൻ കൊടുക്കുക ഏറ്റവും പ്രധാനം. കാരണം തലച്ചോറിന് എന്ന നാഡികൾക്ക്, കോശങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഓക്സിജനാണ്. ഓക്സിജൻ കൊടുക്കാനായിട്ടുള്ള സിലിണ്ടർ ഉണ്ടെങ്കിൽ ഓക്സിജൻ കൊടുക്കാം. രോഗിയെ ഇമ്മൊബിലൈസ് ചെയ്യുക, അനങ്ങാതെ ഒരു സ്പൈൻ ബോർഡിൽ കിടത്തുക. പിന്നെ രോഗിക്ക് IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്ത് BP രക്തസമ്മർദ്ദം ഒരുപാട് താഴ്ന്നു പോകാതെ നോക്കുക. ഈ 3-4 കാര്യങ്ങൾ ചെയ്ത് 1 മണിക്കൂറിനകം രോഗിയെ ഒരു ആശുപത്രിയിൽ, വിദഗ്ധ പരിചരണത്തിന് പറ്റുന്ന ഒരു ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ആംബുലൻസുകളുടെ അല്ലെങ്കിൽ ഇത്തരം പാരാമെഡിക്കൽ സർവീസസിന്റെ ലക്ഷ്യം. അത് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും പല രോഗികളെയും നമുക്ക് തീവ്രമായ ഗുരുതരമായ പരിക്കുകളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും.
ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ കാഷ്വാലിറ്റിയെ പറ്റിയും അതുപോലെ തന്നെ ഗോൾഡൻ അവറിനെ പറ്റിയെല്ലാം സംസാരിച്ചു. അപ്പോൾ പലപ്പോഴും ഇത് കാണുന്ന മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെയുള്ള കാണുന്ന പ്രേക്ഷകർക്കെല്ലാം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, അപ്പോൾ ഈ പ്രാഥമിക ചികിത്സ എങ്ങനെയായിരിക്കും, ഈ പ്രാഥമിക ചികിത്സയുടെ പ്രാധാന്യം, അതുപോലെ തന്നെ എത്ര സമയത്തിനകം ആശുപത്രിയിൽ എത്തിച്ചാലായിരിക്കും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുന്നത്? ഇപ്പൊ ഒരു രോഗി ഒരു ലെയ്മാൻ സാധാരണ മനുഷ്യൻ ഒരു അപകടത്തിൽപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യത്വപരമായി ഏറ്റവും നേരത്തെ തന്നെ രോഗിയെ ഒരു ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ്. അതിലുള്ള നൂലാമാലകളെല്ലാം ഇപ്പോൾ ബഹുമാനോട് ഹൈക്കോടതി പ്രകാരമൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെന്ന് കൊണ്ടുവരുന്നയാളെ കൂടുതൽ ഉപദ്രവിക്കാതിരിക്കാനും ശല്യപ്പെടുത്താതിരിക്കാനുള്ള നിയമങ്ങളുണ്ട്. അവർ മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. എത്രയും വേഗം ഈ രോഗിയെ ഏറ്റവും അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കണം. അതിന് നോക്കേണ്ട കാര്യങ്ങൾ, രോഗി അബോധാവസ്ഥയിലാണെങ്കിൽ ഹെഡ് ഇഞ്ചുറി സസ്പെക്ട് ചെയ്യാം, കൈകാലുകൾ ഒടിഞ്ഞു, കഴുത്ത് വല്ലാത്ത രീതിയിൽ ഒടിഞ്ഞിരിക്കുന്നു, ഇതൊക്കെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറിയെ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ്. അപ്പൊ കയ്യോ കാലോ ഒടിഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും തീവ്രമായിരിക്കാം ഒരുപക്ഷെ അബോധാവസ്ഥ കിടക്കുന്ന രോഗിയുടെ അവസ്ഥ. അയാളുടെ ഗുരുതരമായ അവസ്ഥയിലേക്കായിരിക്കും അയാൾ വീണ്ടും പോകാൻ സാധ്യത. അപ്പൊ എത്രയും നേരത്തെ എത്തിക്കുക. ഒരു ആംബുലൻസിന്റെ സർവീസുകൾ നമുക്ക് എത്രയും, ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ട്, വളരെ വേഗം വിളിച്ച് എല്ലാ വണ്ടിയും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ ഊർജ്ജസ്വലമായി ചെയ്യാനായിട്ട് ഒരു റോഡിൽ നിൽക്കുന്ന ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് പല ജീവനുകളും രക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ സംശയമായ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് ആണ്. മുഹമ്മദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം സാറേ. സാറേ, അപ്പൊ ഇങ്ങനെ നിരന്തരം വൈക്കുമെന്നും ഒക്കെ വീണ് നിരന്തരം വൈക്കുമെന്നൊക്കെ വീണിട്ട് നമ്മൾ നേരം വെളുത്ത പേപ്പർ വായിക്കുമ്പോ പലതും കേൾക്കണ്. അതേ സമയത്ത് പെട്ടെന്ന് സ്പോട്ടിൽ തന്നെ മരണപ്പെടുന്നു, കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ ശേഷം മരണപ്പെടാതെ പിന്നെ സ്പെയിനിലും മറ്റുമൊക്കെ അപകടം സംഭവിച്ചാൽ അത് കുറെ കാലം കഴിഞ്ഞ് അരക്ക് ജീവല്ലാതെ നിൽക്കണ്. ഇതൊക്കെ നമ്മൾ കാണപ്പെടുന്നത്. ഈ അരക്ക് ജീവല്ലാതെ കുറെ കാലം നിന്നിട്ട് പൊളിമന്ന് വീണിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കുറെ കാലം കഴിഞ്ഞിട്ട്. ഒരു കുട്ടിയുണ്ടായിരുന്നു, നമ്മളെ മഞ്ചേരിയിലെ സംഭവിച്ചതാ. അപ്പോ അയാൾക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല, അയാളുടെ മേലെ ചലിപ്പിക്കും. അപ്പൊ സംഭവം ഈ കുടി കളിക്കാൻ പോകുമ്പോ അതിമന്ന് വീണതാ കാര്യത്തിൽ. അപ്പൊ അത്തരം ചില സന്ദർഭങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യത്തിൽ നമ്മളെ വൈദ്യശാസ്ത്രം അതിമനോഹരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടിയുടെ പിതാവ് അത് മരണപ്പെട്ടു. അതിനെ ഒന്ന് ചലിപ്പിക്കാനോ വേറൊന്നും സാധിക്കാതെ നിന്നൊരു സന്ദർഭം കണ്ട ആളാണ് ഞാൻ. അപ്പൊ അതിന് വല്ല പുരോഗമനം ഈ വൈദ്യശാസ്ത്രത്തിലും സാറിന്റെ ഈ ന്യൂറോ ഒരുപാട് പുരോഗമനമുണ്ട്. നമുക്ക് പറഞ്ഞ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നമ്മളെ കേരളം എന്ന സംസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ്. ആരോഗ്യരംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആശുപത്രികളുണ്ട്, പ്രൈവറ്റ് ആശുപത്രിയുണ്ട്. അത് തന്നെ പ്രാഥമിക ചികിത്സ സൗജന്യമാക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് എത്തിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുക എന്നുള്ളത് മാത്രമേ, ഒരു മനുഷ്യ സ്നേഹം കാണിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്, ന്യൂറോ സർജൻ തന്നെ വേണമെന്നില്ല, ഒരു സ്പെഷ്യലിസ്റ്റ് വേണമെന്നില്ല, പലർക്കും ജനറൽ സർജറി ഉള്ള പല ഡോക്ടേഴ്സിനും ട്രെയിനിങ് ഉണ്ട്. അവർക്ക് വേണ്ടത് ഒരുപാട് ചെയ്യാൻ പറ്റും. രോഗിയുടെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരുന്നത് ഒഴിവാക്കാൻ നമുക്ക് പറ്റും എന്നുള്ളത് നിസ്സംശയം പറയാം. തീർച്ചയായും വളരെ വ്യക്തമാണ് ഡോക്ടർ. മുഹമ്മദിനും വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പ്രസൂൺ ആണ് കണ്ണൂരിൽ നിന്ന്. പ്രസൂൺ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ പറയൂ. ഹലോ, ചോദിച്ചോളൂ പ്രസൂൺ. ഹലോ ഡോക്ടർ, ഞാൻ കണ്ണൂരിൽ നിന്ന് പ്രസൂണാണ് സംസാരിക്കുന്നത്. ഹലോ, കേൾക്കാം, പറയൂ. ഹലോ, എന്റെ സംശയം പിന്നെ ഈ വെരിക്കോസ് വെയിൻ ഇല്ലേ, വെരിക്കോസ് വെയിനിന്റെ സ്റ്റാർട്ടിങ് വെരിക്കോസ് വെയിൻ. ഹലോ, എന്താണ്? കേൾക്കാൻ വയ്യ, പറയൂ. ലൈൻ പോയി തോന്നുന്നു. തീർച്ചയായും ഡോക്ടർ, കോൾ കട്ടായിട്ടുണ്ട്. ഡോക്ടർ, നമ്മൾ വിഷയത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ചികിത്സാ രീതികളെ പറ്റിയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്ന ഈ നൂതന ചികിത്സാ രീതികളെ പറ്റി. അപ്പോൾ ഈ നൂതന ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? ഈ സർജറിയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഡോക്ടർ? നമുക്ക് ഇപ്പോഴ് എല്ലാ ആശുപത്രികളിലും എമർജൻസി മെഡിസിൻ സർവീസസ് സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല,
പ്രാഥമിക താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഒക്കെ എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞ വിഭാഗം കൊണ്ടുവരുന്നുണ്ട്. ആ എമർജൻസി മെഡിസിനിലെ ഡോക്ടേഴ്സ് പലപ്പോഴും ട്രെയിൻഡ് ആണ് ഈ ഫസ്റ്റ് ലൈൻ ആയിട്ട് ഒരു കോംപ്ലിക്കേഷൻ ഡിറ്റക്ട് ചെയ്യാനും. അതായത് ഒരു അപകടം ഉണ്ടായി, തലച്ചോറിലെ അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി ഉണ്ട്, സ്പൈൻ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അവര് അതിന് പ്രോട്ടോകോൾ നമുക്കുണ്ട്. അവർ ട്രെയിനിങ് കൊടുത്ത് പ്രോട്ടോകോൾ, ATLS പ്രോട്ടോകോൾ, അഡ്വാൻസ് ട്രോമ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾ ഉണ്ട്. അത് പ്രകാരം നമ്മൾ രോഗിക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകിയിട്ട് സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയും രോഗിയെ. എയർവേ ഉണ്ട്, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഇങ്ങനെ ഓരോ അതിനുള്ള പ്രോട്ടോകോളിന് കുറെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെല്ലാം തന്നെ നമ്മൾ ഒന്നൊന്നായി നോക്കി, വന്നാൽ ഉടനെ നോക്കി രോഗിയെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുകയാണ്. ഈ സ്പെഷ്യലിസ്റ്റ് വരുന്ന സമയം കൊണ്ട് രോഗിയുടെ കണ്ടീഷൻ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയും. അതായത് ഏറ്റവും ഓക്സിജൻ വേണ്ട രോഗിയാണ് ഓക്സിജൻ മാക്സിമം എത്തിക്കുക, BP കൂട്ടിയെടുക്കുക, ബ്ലഡ് സപ്ലൈ, ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കേണ്ട രോഗിക്ക് ബ്ലഡ് കൊടുക്കുക. ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത രോഗിയാണ് ഒരു സ്പെഷ്യലിസ്റ്റ് കാണുന്നത്. അതുകൂടാതെ മിക്ക ആശുപത്രികളിലും CT സ്കാൻ സൗകര്യമുണ്ട്. എല്ലാ ജില്ലാ ആശുപത്രികളിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഒന്നിലധികം CT സ്കാനുകളുണ്ട്, പലയിടത്ത് MRI സ്കാനുകളുണ്ട്. അപ്പം രോഗി വന്നാൽ ഉടൻ തന്നെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് രോഗിയുടെ ഇമ്മൊബിലൈസ് ചെയ്യാന്ന് പറയും. രണ്ടാമത് ഈ സ്പൈൻ, നെക്കും മറ്റുമൊക്കെ ഇമ്മൊബിലൈസ് ചെയ്ത് രോഗിയെ സ്പൈൻ ബോഡി കയറ്റി നമുക്ക് സ്ട്രെച്ചറിൽ കയറ്റി സ്കാൻ എടുക്കുന്നു. സ്കാൻ സെന്ററിൽ നിന്ന് തന്നെ നമുക്ക് ഡിജിറ്റലായിട്ട്, ഇപ്പൊ നമ്മൾ ഹെൽത്ത് പ്രോഗ്രാം പ്രകാരം ഡിജിറ്റലായിട്ട് നമുക്ക് സ്കാനുകൾ ഡോക്ടറുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഒരു നിമിഷം പോലും ഡോക്ടർ വരുന്ന വഴി തന്നെ ഡോക്ടർക്ക് രോഗിയുടെ കണ്ടീഷനെ പറ്റി അറിയാൻ പറ്റും, ഒരു ഹെഡ് ഇഞ്ചുറിയുടെ കാഠിന്യം അറിയാൻ പറ്റും. അത് ഒരു നൂതനമായ ഒരു സങ്കേതമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ എത്തിക്കഴിഞ്ഞാൽ രോഗിയെ കാഷ്വാലിറ്റിയിൽ വെച്ചുള്ള സർവീസസ്, വെന്റിലേറ്റർ ഉപകരണങ്ങൾ, IC യൂണിറ്റിലെ കെയറുകൾ, ഇതെല്ലാം കൊടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അല്ലെങ്കിൽ നഴ്സും പാരാമെഡിക്കൽ സർവീസസ് ഉണ്ട്. ഇത് ഉപയോഗിച്ച് രോഗിയുടെ ജീവൻ എത്രയും വേഗം നിലനിർത്തി മാക്സിമം ഇംപ്രൂവ് ചെയ്യിച്ചെടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ സാധാരണ ഹെഡ് ഇഞ്ചുറികൾ ചെയ്യുന്നത്. അതിനുശേഷം ഈ രോഗിയെ സ്കാനിന്റെ ബേസിൽ ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുത്ത് എത്രയും വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നു. ചെയ്തു കഴിഞ്ഞ് രോഗിയുടെ പ്രധാനമായിട്ട് രക്തസ്രാവമായിരിക്കും മിക്കവാറും ഉണ്ടാവുക, അല്ലെങ്കിൽ ചതഞ്ഞിരിക്കുന്ന തലച്ചോറ് വെച്ചിരുന്നാൽ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ നീക്കം ചെയ്തിട്ട് രോഗിയെ തിരിച്ച് IC യൂണിറ്റിൽ കൊണ്ടുവരികയും IC യൂണിറ്റിൽ നമ്മൾ വെന്റിലേറ്റർ എന്ന ഉപകരണം, കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി രോഗിയെ സപ്പോർട്ട് ചെയ്യുക, ബ്രെയിനിന് മാക്സിമം റെസ്റ്റ് കൊടുത്ത് ഒരു 48 മണിക്കൂർ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗിയുടെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണെന്ന് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇതിനുള്ള എല്ലാ സാങ്കേതികത്വങ്ങളും നമ്മുടെ നാട്ടിൽ പല മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ഉണ്ട്. അത് വേണ്ട രീതിയിൽ ജനങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ഡോക്ടർമാർ സൈഡിൽ. ഡോക്ടർ, ഇപ്പോൾ ചികിത്സാ രീതികളെ പറ്റിയും ഈ വെന്റിലേറ്ററിന്റെ സഹായം ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ചു. പലപ്പോഴും ഈ ആക്സിഡന്റിനൊക്കെ ശേഷം ഈ അപകടനില തരണം ചെയ്താലും ഈ പരിക്കിന് ശേഷമുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ ഡോക്ടർ, ഈ പരിക്ക് മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, ഇപ്പൊ കോമ, അപസ്മാരം അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, പലപ്പോഴും ഈ നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കുള്ള പരിഹാരം അതെങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഡോക്ടർ? അതൊരു ഈ തലച്ചോറിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സ്പൈനൽ കോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പെർമനന്റ് കോശങ്ങളാണ്. അതായത് മറ്റ് അവയവങ്ങളെ, എല്ല് ഉദാഹരണത്തിന് ഒടിഞ്ഞു കഴിഞ്ഞാൽ 3-4 മാസം കൊണ്ട് എല്ല് റീയൂണൈറ്റ് ചെയ്യുന്നു, പഴയതുപോലെ ബലവത്താകുന്നു. കൈകാലം മുറിഞ്ഞു കഴിഞ്ഞാൽ തൊലി ഒന്ന് മൂടുന്നു, ബലവത്താകുന്നു. പക്ഷേ ഈ നാഡീവ്യൂഹങ്ങൾ, നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് പെർമനന്റ് ടിഷ്യൂ ആണ്, കലയാണ്. അതൊരിക്കൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും പൂർവ്വസ്ഥിതിയിലാകുകയില്ല. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തലച്ചോറ് ഇത്രയും കട്ടിയുള്ള ഒരു തലയോടിനുള്ളിലും ഒരു സുഷുമ്ന നാഡി ഇത്രയും കട്ടിയുള്ള എല്ലിന്റെ സ്പൈനിനുള്ളിലും വെച്ചിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ എവല്യൂഷനിൽ വന്നതിന്റെ അർത്ഥം തന്നെ അത് വളരെ ലോലമായ കോശങ്ങളുടെ ഒരു കൂട്ടമാണെന്നുള്ളതാണ്. അപ്പൊ അതിനുണ്ടാകുന്ന ഒരു ക്ഷതം അതൊരിക്കലും നമ്മൾ മാപ്പ് കിട്ടുകയില്ല നമുക്ക്. അതായത് നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടുകയില്ല. എന്തെങ്കിലും ഒരു ഡാമേജ് പെർമനന്റ് ആയി ഉണ്ടായിരിക്കും. നമ്മുടെ തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഏത് രീതിയിൽ, എത്ര തീവ്രമാണ് ആ ഇഞ്ചുറി എന്നനുസരിച്ച് രോഗിക്ക് പെർമനന്റ് ആയിട്ടുള്ള ഭാവി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് തലച്ചോറിന്റെ ഫ്രോണ്ടൽ ലോബ് ഇടതുഭാഗത്തെ ഫ്രോണ്ടൽ ലോബിലാണ് നമുക്കൊരു ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ രോഗിയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം പലപ്പോഴും ഈ ഫ്രോണ്ടൽ ലോബാണ് നമ്മുടെ പല കാര്യങ്ങളെയും ഭാവിയിലെ ജഡ്ജ്മെന്റുകൾ, നമ്മളുടെ സ്വഭാവത്തിനെ പറ്റിയൊക്കെ ഒരു തീരുമാനം അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അവിടെ ഒരു പെർമനന്റ് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ആ രോഗി ഒരു ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ഒരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാം. ടെമ്പറൽ ലോബ് ഫോർ എക്സാമ്പിൾ, മറ്റൊരു അവയവം ചെവിയുടെ ഭാഗത്തുള്ളത്, അവിടെ ഇടതുവശത്താണെങ്കിൽ നമ്മുടെ കേൾവിയും നമ്മുടെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു പോകാം. ആ രോഗിക്ക് ചിലപ്പോൾ വർഷങ്ങളോളം സംസാരിക്കുന്നത് മനസ്സിലാകാതെയോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതെയോ ഇരിക്കുന്ന അവസ്ഥ വരാം. ഇതുപോലെ പിൻഭാഗത്ത് തലച്ചോറിന്റെ ഓക്സിപിറ്റൽ ലോബ്, ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചയെ കാര്യമായി ബാധിക്കാം. അപ്പൊ ഏത് ഭാഗത്താണ് നമ്മുടെ തലച്ചോറിൽ ഇഞ്ചുറി വരുന്നതനുസരിച്ച് നമുക്ക് നീണ്ടു നിൽക്കുന്ന ഓരോരോ പ്രത്യേക രീതിയിലുള്ള സ്വഭാവ കുറവുകൾ ഉണ്ടാകും. സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് കഴിവുകളിൽ കുറവുണ്ടാകും. കാഴ്ചക്കുറവ്, സംസാരിക്കാനുള്ള കുറവ്,
ചിലപ്പോൾ സൈഡിൽ ഒരു തലച്ചോറ് സൈഡിൽ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ തളർന്നു പോകുന്ന അവസ്ഥ. അത് ഇങ്ങനെ പല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻസ് പുറമേ കാണുന്ന രീതിയിലേക്കാണ് ഈ ഇഞ്ചുറികൾ വരുന്നത്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിലുള്ള ഇഞ്ചുറീസ് പെർമനന്റ് ആയിട്ട് നമ്മുടെ കഴുത്തിന് താഴോട്ടുള്ള കൈകളുടെ കാലുകളുടെ ചലനം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം. അത് തിരിച്ചു വരാൻ വർഷങ്ങൾ എടുക്കും. കാരണം ഇതെല്ലാം പെർമനന്റ് കോശങ്ങളാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് നമുക്ക് കഴിയുന്നത്ര ഈ പ്രൈമറി ഇഞ്ചുറി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് അപകടം സമയത്തുണ്ടാവുന്ന പ്രൈമറി ഇഞ്ചുറി എന്ന് പറയും. അത് നമുക്ക് നമ്മുടെ ഇതുപോലെയാണ്. അപകടം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തലയിലെഴുത്ത് പോലെ എന്ന് പറയാൻ പറ്റും. പക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന സെക്കൻഡറി ഇഞ്ചുറി, അത് ഓക്സിജൻ ഇല്ലായ്മ കൊണ്ടോ BP കുറയുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെ നമുക്ക് വേണ്ട ചികിത്സ കൊടുത്ത് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഡോക്ടർമാർ ചെയ്യുന്നത്. പ്രൈമറി ഇഞ്ചുറി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ട്രീറ്റ് ഓൺലി ദ സെക്കൻഡറി ഇഞ്ചുറീസ്, ട്രൈ ടു പ്രിവെന്റ് സെക്കൻഡറി ഇഞ്ചുറീസ് എന്നാണ് പറയുന്നത്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ഗിരിവാസനാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർക്ക് കേൾക്കാം. ഡോക്ടർ കോൾ കട്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തന്നെ കടക്കാമെന്നത് നമ്മുടെ വിഷയം തന്നെ അപകടങ്ങൾ മൂലം നട്ടെല്ലിനും തലയ്ക്കുമെല്ലാം ഉണ്ടാകുന്ന പരുക്കുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ നട്ടെല്ലിനേൽക്കുന്ന പരുക്കുകൾ ഏതെല്ലാം തരത്തിലായിരിക്കും ഡോക്ടർ? ഇപ്പോൾ കഴുത്ത്, നെഞ്ച്, നടു, അങ്ങനെ എങ്ങനെയെല്ലാം പരുക്കുകൾ അവിടെയെല്ലാം സംഭവിക്കാം? നട്ടെല്ലിൽ നമ്മൾ സാധാരണ കാണുന്ന പരുക്കുകളെല്ലാം തന്നെ വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്നതാണ്. നട്ടെല്ല് എന്ന് പറയുമ്പോൾ ഒരു കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എല്ലിന്റെ കൂട്ടമാണ്. എന്നാൽ അതേസമയം ഇതിന് വളയാനും നിവരാനുമുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ കിട്ടിയിട്ടുമുണ്ട്. ഈ വളയുകയും നിവരുകയും ചെയ്യുകയും അതേസമയം ഈ വളരെ ലോലമായ സുഷുമ്നാ നാഡിയെ അത് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇതിൽ നിന്ന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നട്ടെല്ലിന്റെ സിസ്റ്റം. അപ്പൊ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധാരണ സംഭവിക്കുന്നത് വീഴ്ചകളിൽ ഈ എല്ലുകൾ തമ്മിൽ സ്ഥാനം മാറുകയോ എല്ലുകൾ പൊട്ടുകയോ ചെയ്താൽ അതിനുള്ളിൽ കൂടെ പോകുന്ന സുഷുമ്നാ നാഡിയിൽ ഈ എല്ല് തന്നെയാണ് പോയി ഇരിക്കുന്നത്. അപ്പം എല്ലിന്റെ ഒരു ട്യൂബിനകത്തൂടെയാണ് പോകുന്നതെങ്കിൽ ട്യൂബിൽ ഒരു ഒടിയോ ചളുക്കോ പറ്റിക്കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ പോകുന്ന ആ ലോലമായ തന്തുക്കളെ അല്ലെങ്കിൽ നാഡികളെ ഇത് എല്ല് തന്നെ പോയി ചതയ്ക്കുന്നു. ഈ ചതയുന്നു, ബ്ലീഡിങ് ഉണ്ടാകുന്നു. അപ്പൊ ഇത് തലച്ചോറിലെ ന്യൂറോൺസിന്റെ നാരികളാണ് ഈ സുഷുമ്നാ നാഡി, അതായത് ആക്സോൺസ് എന്ന് പറയും. ആ നീണ്ട നാരികളുണ്ട്. അവ കാലിലേക്കും കൈയിലേക്കും പോകുന്ന നീണ്ട നെർവ്സ് ആണ് ഈ നാരികൾ. ഈ നാരികൾക്കാണ് ചതവ് പറ്റുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു ഭാഗമാണ് ന്യൂറോണിനെ നശിക്കുന്നത്. അത് റിക്കവർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. തലച്ചോറിനെക്കാട്ടിലും കൂടുതൽ ബുദ്ധിമുട്ടാണ് സുഷുമ്നാ നാഡിയിലുള്ള ചതവുകളുടെ റിക്കവറി. അവ മിക്കവാറും എല്ലാ സമയവും ഇതൊരു വാലേറിയൻ ഡീജനറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ സംഭവിക്കുന്നു ശാസ്ത്രീയമായി പറയുമ്പോൾ. ആ പ്രക്രിയ പ്രകാരം ഈ നെർവ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ്. റിട്രോഗ്രേഡ് ആയിട്ട് പുറകോട്ട് അത് ദ്രവിച്ചെന്ന് പോകുന്നു. ഒരു ചതവ് പറ്റുന്ന ഭാഗം നമുക്ക് അതിന്റെ താഴോട്ടുള്ള പ്രവർത്തനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയും അത് തിരിച്ചില്ലാത്ത വിധം, കിട്ടാൻ ആവാത്ത വിധം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കഴുത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും വളരെ മൊബൈലായിട്ട് അവയവമാണ് കഴുത്ത്, അല്ലേ? നമ്മൾ നടിനോട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുമാത്രം വളയ്ക്കാനും തിരിക്കാനും നമുക്ക് എല്ലാവർക്കും പറ്റുന്നു. അപ്പം ആ മൊബിലിറ്റി ഈസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ താഴെയുള്ള നടുവിന്റെ ഭാഗത്തെ എല്ലിന് കട്ടി കൂടുതലും അത് അധികം വളയാത്തുമില്ല. അപ്പൊ നല്ല സ്റ്റേബിൾ എല്ലിൻ കൂട്ടമാണ് നട്ടെല്ലിന് താഴ്ഭാഗം. അതേസമയം കഴുത്ത് വളരെ ലോലമായ എല്ലുകളാണ്. അപ്പൊ കഴുത്തിൽ പെട്ടെന്നൊരു വളവോ ഒരു വീഴ്ചയിൽ ഉണ്ടാകുന്ന പെട്ടെന്നൊരു മടങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള സുഷുമ്നാ നാഡി ചതയുകയും ചിലപ്പോൾ പൊട്ടുകയും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് സ്തംഭിച്ചു പോവുകയാണ് രോഗിക്ക് പറ്റുന്നത്. സ്തംഭിക്കുക മാത്രമല്ല, നമ്മുടെ ഈ ഡയഫ്രം, നമ്മുടെ ശ്വാസകോശം നടത്തുന്ന ഈ ഡയഫ്രം എന്ന് പറഞ്ഞ ഒരു മസിൽ ഗ്രൂപ്പ് ഉണ്ട്, വയറിനെയും നെഞ്ചിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഈ ഡയഫ്രത്തിന്റെ പ്രവർത്തനം പ്രധാനമായിട്ട് ഫ്രെനിക് നെർവ് എന്ന് പറഞ്ഞ രണ്ട് നെർവിൽ നിന്നാണ് വരുന്നത്. ഈ നെർവുകൾ കഴുത്തിന്റെ മുകളിൽ നിന്ന് വന്ന് ഡയഫ്രം വരെ വന്നിട്ടാണ് ഈ ഡയഫ്രമിനെ മൂവ് ചെയ്യുന്നത്. ഈ മസ്കുലർ കോശത്തിന്റെ മൂവ്മെന്റ് കംപ്ലീറ്റ് പാരലൈസ്ഡ് ആവുകയാണ് കഴുത്തിൽ ഇഞ്ചുറിക്ക് പറ്റുന്നത്. അപ്പൊ എന്ത് പറ്റും? രോഗിക്ക് ശ്വാസം വിടാൻ പറ്റില്ല. പൂർണ്ണ ബോധമുള്ള രോഗിയായിരിക്കും, പക്ഷെ വല്ലാത്ത ശ്വാസം മുട്ടായിരിക്കും രോഗിക്ക്. ശ്വാസം കിതയ്ക്കും രോഗി ഭയങ്കരമായിട്ട്. അങ്ങനെ രോഗികളുടെ വെന്റിലേറ്റർ വർഷങ്ങളോളം ചിലപ്പോൾ വേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കഴുത്തിലെ ഇഞ്ചുറികൾ അത്തരത്തിൽ നോക്കുമ്പോൾ അത്യന്തം ഭയാനകമാണ്. അത് ഇഞ്ചുറികൾ തടയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് ആകെയുള്ളത് ഈ എല്ലുകൾ തിരിച്ച് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നാഡിയുടെ ചതവ് സ്വയം ഹീൽ ചെയ്യേണ്ടതാണ്. ആ ഹീലിങ്ങിന് ഇപ്പോഴും മരുന്നുകൾ പലതും കണ്ടുപിടിച്ചിട്ടില്ല. ആ മരുന്നുകൾ പലതും ഫലപ്രദമല്ല. അതുകൊണ്ട് ഇത്തരം ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോൾ രോഗി ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലോ അല്ലെങ്കിൽ മിക്കവാറും മരണപ്പെടുകയോ ചെയ്യും കുറെ നാൾ കിടന്നിട്ട്. ഇതുകൊണ്ടാണ് കഴുത്തിലെ ഇഞ്ചുറികളുടെ ഇത്ര തീവ്രമാകുന്നത്. മറ്റ് ഇഞ്ചുറികളും താഴോട്ടുള്ളതും ഇതുപോലെ തന്നെ അപകടങ്ങളിൽ വീഴ്ച കൊണ്ടാണ് 90% ഉണ്ടാകുന്നത്. ആ വീഴ്ചകളിൽ എല്ലുകൾ തമ്മിലുള്ള ഘർഷണം മൂലം പൊട്ടി എല്ലുകൾ തന്നെ നാഡിയെ ചതയ്ക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്.
ഡോക്ടർ, അതുപോലെ തന്നെ ഈ സ്പൈൻ ഇഞ്ചുറി എല്ലാം നമ്മളെ വളരെ സാരമായി ബാധിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഇതിന്റെ പ്രാഥമിക ചികിത്സ എങ്ങനെയാണ്? ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ എടുക്കേണ്ട കെയർ എന്തെല്ലാമായിരിക്കും? നമ്മൾ ഒരു ആക്സിഡന്റ് സൈറ്റിലോ അല്ലെ വീഴ്ച, സാധാരണ വീഴുന്ന മരത്തിന്റെ മുകളിൽ നിന്ന്, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്, കിണറ്റിൽ വീഴുക, ഇങ്ങനെയുള്ള ആൾക്കാരെ അവിടെ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം രക്ഷിക്കാൻ ചെല്ലുന്ന ആദ്യത്തെ ആള് ആംബുലൻസ് ആണെങ്കിൽ നമുക്ക് സ്പൈൻ ബോർഡ് എന്ന് പറഞ്ഞൊരു ഉപകരണം എല്ലാ ആംബുലൻസിലും ഇപ്പോൾ ലഭ്യമാണ്. സ്പൈൻ ബോർഡിൽ കിടത്തുക, അതൊരു 2-3 മരപ്പലകൾ ചേർത്ത് വെച്ച പോലെ ഒരു ഉപകരണമാണ്. അതിൽ കിടത്തി കഴിഞ്ഞാൽ ആള് വടി പോലെ ഇരിക്കണം. ആൾ ഒരു തരത്തിലും നടുവ് വളയരുത്. കാരണം ഉള്ളിലുള്ള എല്ലുകൾ എങ്ങനെയാണ് ഒടിഞ്ഞു മാറിയിരിക്കുന്നത് നമുക്ക് അറിയാൻ വയ്യ. ആ എല്ലുകൾ തമ്മിൽ അല്പം കൂടെ നമ്മുടെ ഈ രോഗിയെ രക്ഷപ്പെടുത്തി ആശുപത്രി എത്തിക്കുന്ന സമയം കൊണ്ട് രോഗി മടങ്ങിപ്പോയാൽ, എവിടെയെങ്കിലും കയ്യോ കാലോ മടങ്ങുന്ന കൂടെ നടുവ് മടങ്ങിപ്പോയാൽ ഈ എല്ലുകൾ തന്നെ ചിലപ്പോൾ നാടിയിൽ കുത്തിക്കേറി നാടി പെർമനന്റ് ആയിട്ട് ഡാമേജ് ആകും. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. കാരണം അപകട സ്ഥലത്ത് രോഗിയുടെ കൈയും കാലും അനക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ കഷ്ടപ്പെട്ട് എത്തിച്ചു കഴിഞ്ഞപ്പോൾ രോഗിയുടെ കൈയും കാലും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ നിരവധി അനുഭവങ്ങൾ എനിക്കുണ്ട്. കാരണം ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പൈൻ ബോർഡ് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ എല്ലുകൾ തന്നെ തമ്മിലുള്ള മൂവ്മെന്റ്, റിലേറ്റീവ് മൂവ്മെന്റ് കൊണ്ട് എല്ലുകൾ നാടിയിൽ കുത്തി നാടി ചതഞ്ഞു പോകാനുള്ള അല്ലെങ്കിൽ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, തലച്ചോറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓക്സിജനാണ് സ്പൈനൽ കോർഡിലെ നെർവ്സിനും സുഷുമ്നാ നാഡിക്കും ആവശ്യം. ഓക്സിജൻ കൊടുക്കുക, എങ്ങനെയും ഓക്സിജൻ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ, ആംബുലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രോഗിയുടെ വായിൽ നമ്മൾ എന്തെങ്കിലും ഫോറിൻ ബോഡീസ്, മണ്ണോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തോണ്ടി മാറ്റി രോഗിക്ക് ശ്വാസം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. രോഗിയെ ഇത്രയും നിവർത്തി കിടത്തിക്കൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് നമുക്ക് ഒരു സാധാരണക്കാരന് ഒരു അപകട സ്ഥലത്ത് ചെയ്യാനുണ്ട്. ഡോക്ടർ, നമ്മൾ നട്ടലിനെ സംബന്ധിച്ചുള്ള പരിക്കുകളെ പറ്റിയാണ് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിന്റെ നൂതന ചികിത്സാ രീതികൾ അല്ലെങ്കിൽ തുടർ ചികിത്സ എങ്ങനെയായിരിക്കും ഡോക്ടർ? നട്ടലിൽ പരിക്ക് പറ്റുമ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കഴുത്തിലെ പരിക്കുകൾ അതീവ ഗുരുതരമാണ്. ഈ രോഗികൾ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ വീൽ ചെയർ ആയി പോകും. നെഞ്ചിന്റെ ആ ഭാഗത്തുള്ള പരിക്കുകൾ, അതായത് നെഞ്ചിന്റെ ഭാഗം നട്ടലിന്റെ പരിക്കുകൾ സാധാരണഗതിയിൽ അത്ര ഗുരുതരമാകാറില്ല. കാരണം നെഞ്ചിൻ കൂടിന്റെ റിബ്സിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ വളയാനും നികരാധികം പറ്റത്തില്ല ആ ഭാഗത്തിന്. അത് കാരണം വലിയ പരിക്കുകൾ അവിടെ കാണാറില്ല. എന്നാൽ അതിൽ താഴോട്ട് അരക്കെട്ടിന്റെ റീജിയനുള്ള നടുവെന്ന് പറയും, നമ്മളെ ഇവിടെ തൃശ്ശൂർ ഭാഷയിൽ തണ്ടല്ലെന്ന് പറയും, നമ്മൾ കോട്ടയം ആലപ്പുഴ ഭാഷയിൽ നടുവെന്ന് പറയുന്ന ഭാഗത്തിന്റെ ലംബാർ റീജിയൻ എന്ന് ഞങ്ങൾ ശാസ്ത്രീയമായി പറയുന്ന ഭാഗത്തിന്റെ എല്ലുകൾക്കും ഈ പറഞ്ഞ പോലെയുള്ള മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ അവർ നല്ല ഹെവി എല്ലുകളായതുകൊണ്ടും അതിനകത്ത് അവസാനം സുഷുമ്നാവിലെ ലാസ്റ്റ് ഭാഗമായതുകൊണ്ടും പലപ്പോഴും കാലുകളുടെ മുട്ടിന് താഴോട്ടുള്ള ബലക്കുറവ് മാത്രമേ പലർക്കും വരാറുള്ളൂ അവിടെയുള്ള ഒടിവുകൾക്ക്. ഈ ഒടിവുകൾക്കെല്ലാം ശാസ്ത്രീയമായിട്ട് ശസ്ത്രക്രിയ വേണ്ടിവരും. 90% ഒടിവുകൾക്കും ശസ്ത്രക്രിയ വേണ്ടിവരും. ശസ്ത്രക്രിയയിൽ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ എല്ലുകളെ റീഅലൈൻ ചെയ്യും. ആദ്യം ഉണ്ടായിരുന്നത് പോലെ ആക്കിയിട്ട് അതിനെ സ്ക്രൂവും റോഡും വെച്ച് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. ഇപ്പൊ പുതിയ ഒരുപാട് ഉപകരണങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ നൂതനമായ കീ ഹോൾ സർജറികളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ അത് പല ആശുപത്രികളിലും നമ്മൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ മുറിവൊന്നും വേണ്ട, ഈ ചെറിയ കീ ഹോളിൽ കൂടെ തന്നെ നമുക്ക് സ്പൈനിനകത്തേക്ക്, അത് എല്ലിനകത്തേക്ക് നമുക്ക് സ്ക്രൂ കയറ്റിയിട്ട് എല്ലിനെ റീഅലൈൻ ചെയ്യാൻ പറ്റും. പഴയതുപോലെ ആദ്യം അപകടത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ റീഅലൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ റീഅലൈൻ ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ, ഈ നാടിക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നു, ഓക്സിജൻ ബെറ്റർ സപ്ലൈ ആവുന്നു, അപ്പം ഹീലിംഗ് ബെറ്റർ ആവുന്നു. അപ്പൊ അത് ഇത്രയും നേരത്തെ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ല റിസൾട്ട് ആയിരിക്കും രോഗിക്ക് ഭാവിയിൽ വരുന്നത്. ഇപ്പൊ നാടികളില് കഴുത്തിലെ നാടി 24 മണിക്കൂറിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത്തരം ഉപകരണങ്ങളൊക്കെ ഇപ്പൊ സർക്കാർ ആശുപത്രികൾ സൗജന്യമായി വിതരണം ചെയ്യാനുള്ള ഏർപ്പാടുകളുണ്ട്. രോഗി ഒരു ഭീമമായ ചെലവൊന്നും താങ്ങേണ്ടി വരുന്നില്ല. പ്രൈവറ്റ് ആശുപത്രി ലക്ഷങ്ങളാവുന്നതൊക്കെ സർക്കാർ സൗജന്യമായി ചെയ്യുന്നുണ്ട്. അവിടെ ഉപകരണങ്ങൾ അവൈലബിൾ ആണ്. വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം കഴുത്തിലെ ഒരു ഒടിവ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയും നേരത്തെ ഓപ്പറേറ്റ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയും കാലും ഒടിയുമ്പോൾ പ്ലാസ്റ്റർ ഇടുന്ന പോലെ തന്നെ കഴുത്തിലാവുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയി സ്റ്റെബിലൈസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ആ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ രോഗിക്ക് നല്ല റിക്കവറി പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ എന്നാൽ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും രോഗികൾ ഈ സമയത്ത് എത്തുകയില്ല. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ ചിലപ്പം 3-4 ദിവസം താമസിച്ചു പോകും. കാരണം രോഗിയുടെ മറ്റൊരുപാട് തീരുമാനം എടുക്കാനുള്ള ആൾക്കാർ വരണം. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് രോഗിക്ക്. ഇതെല്ലാം കൊണ്ട് രോഗി ചിലപ്പോൾ ആജീവനാന്ത കാലം വീൽ ചെയറിൽ ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെയും നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന്, ഡോക്ടർമാരുടെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ചികിത്സാ രീതികളുടെ സൈഡിൽ നിന്ന് നമുക്ക് ഓഫർ ചെയ്യാനുണ്ട്. നമുക്ക് രോഗി ഓക്യുപ്പേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ് ചെയ്യാം. ഇപ്പം വീൽ ചെയറിൽ ഇരിക്കുന്ന രോഗിയെ തന്നെ പല രീതിയിലുള്ള തൊഴിൽ പഠിപ്പിക്കാനുള്ള വിഭാഗങ്ങളുണ്ട്. പാലിയേറ്റീവ് മെഡിസിനിലുണ്ട്, ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ വിഭാഗങ്ങളുണ്ട്. ഇവർക്കെല്ലാം രോഗിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സഹായം ചെയ്തു കൊടുത്ത് രോഗിയെ ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട്, ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ്.
അതുകൊണ്ട് ഒരു രോഗിയും ഇപ്പൊ കയ്യോ കാലോ തളർന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, വർഷങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ അവരുടെ പുതിയ ജീവിതത്തിനുള്ള വഴി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് രീതികൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ ലഭ്യമാണ്. തീർച്ചയായും ഡോക്ടർ, ഇപ്പോൾ വലിയൊരു പരിക്കോ അല്ലെങ്കിൽ അപകടമോ സംഭവിച്ചാലുള്ള ചികിത്സാ രീതികളെ പറ്റിയെല്ലാം നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഈ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന കരുതലുകൾ, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ആഘാതത്തിലോട്ട് എത്തിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഡോക്ടർ? അതെ, അത് വളരെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് അത് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട തന്നെ ഡോക്ടേഴ്സിന്റെ കുട്ടി ഡോക്ടേഴ്സിന് അപകടം പറ്റി മരിച്ചത് വളരെ കേരളം മുഴുവൻ വേദനയോടുകൂടി എത്രയോ ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുള്ളത് 90% റോഡ് ആക്സിഡൻസ് ആണ്. ഇപ്പം കണക്കനുസരിച്ച് 23 ഏതാണ്ട് 4000-ഓളം മരണങ്ങൾ ഇതുവരെ സംഭവിച്ചു. അതിന്റെ 10 ഇരട്ടിയിലേറെ ആൾക്കാർ ഇഞ്ചേർഡ് ആയി, പല രീതിയിലുള്ള സീരിയസ് ഇഞ്ചുറീസ് ആയിട്ടെന്നാണ് കണക്ക്. കേരളത്തിലെ റോഡ് അപകടങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ 4000 മരണം എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണത്. ഒരു അസുഖം പിടിച്ച് അത്രയും രോഗി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു പൊതുജനങ്ങളുടെ മനസ്സ് അങ്ങനെ, അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സ് അങ്ങനെ തിരിഞ്ഞാൽ 4000 മരണം എന്ന് പറഞ്ഞാൽ കോവിഡ് പോലും അത്രയും നമുക്ക് മരണം ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ ഒരു വർഷം. അത്രയും മാത്രം മരണങ്ങൾ റോഡ് അപകടങ്ങൾ. തീർച്ചയായും ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ സമയപരിമിതി ഉള്ളത് കൊണ്ട് എനിക്ക് ഇടപെടേണ്ടി വരികയാണ്. അപകടങ്ങൾ മൂലം തലയ്ക്കും നട്ടലിലും ഉണ്ടാകുന്ന പരിക്കുകളെ കുറിച്ചാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അതിനായി ഒരുക്കിയിരിക്കുന്ന നൂതന ചികിത്സാ രീതികളെ പറ്റിയും ഡോക്ടർ സംസാരിച്ചു. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ബിജു കൃഷ്ണനാണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാക്കുന്നു. നമസ്കാരം.